അടിമാലി ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കാൻ ഭരണസമിതി തീരുമാനം. ഇതിനായുള്ള നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ്. പഞ്ചായത്തിന്റെ പ്രധാന കവാടത്തിനരികെ മഹാത്മാഗാന്ധിയുടെ മറ്റൊരു പ്രതിമ ഉള്ളപ്പോൾ തന്നെയാണ് ഭരണസമിതി പുതിയ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാന കവാടത്തിനരികെ മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത്. പ്രധാന കവാടത്തിനരികെ മണ്ഡപം തീർത്ത അതിനുള്ളിലാണ് പ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിനുശേഷമാണിപ്പോൾ പഞ്ചായത്തിനോട് ചേർന്ന് തന്നെ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കാൻ ഭരണസമിതി തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രതിമ സ്ഥാപിക്കുന്നത്. ഇതിനായുള്ള നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ്. എറണാകുളം തൃപ്പൂണിത്തറ കേന്ദ്രമാക്കിയുള്ള കേരള ഗ്രാമവികസന സാനിറ്റേഷൻ സൊസൈറ്റിയാണ് നിർമ്മാണ ജോലികൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ പുതിയ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യമിടുന്നു. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ് പഞ്ചായത്തിന് ചേർന്ന് മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. കേരള ഗ്രാമവികസന സാനിറ്റേഷൻ കമ്മിറ്റിയാണ് അത് ചെയ്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ ശ്രദ്ധയിൽപ്പെടുകയും പഞ്ചായത്തിന് പുറത്തുള്ള ഒരു പ്രതിമ, ഗാന്ധി പ്രതിമ പൊളിച്ചു മാറ്റുന്നതിനെ കുറിച്ച് ചർച്ചയൊക്കെ വന്നിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ചർച്ചകളൊന്നും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടില്ല. സർവകക്ഷിയോഗം ഉൾപ്പെടെയുള്ള നടപടികൾ വിളിച്ചുകൂട്ടി മാത്രമാണ് തുടർ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ആലോചിക്കുന്നത്. 3 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് പുതിയ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കുന്നത്. മുമ്പ് പ്രധാന കവാടത്തിനരികെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മണ്ഡപം വലിയ വാഹനങ്ങൾ പഞ്ചായത്ത് കോമ്പൗണ്ടിൽ പ്രവേശിക്കുന്നതിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്ന തരത്തിലുള്ള പരാതികൾക്ക് ഇടവരുത്തിയിരുന്നു. ഈ മണ്ഡപവും മണ്ഡപത്തിലെ ഗാന്ധി പ്രതിമയെ സംബന്ധിച്ച് കൂടിയാലോചനകൾക്ക് ശേഷം പിന്നീട് തീരുമാനം കൈക്കൊള്ളുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു. അതേസമയം പുതിയ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങളും ഉയർന്നിട്ടുണ്ട്. പുതിയ പ്രതിമ സ്ഥാപിക്കുന്നത് വീണ്ടും പണച്ചിലവിന് ഇടവരുത്തുന്നുവെന്നാണ് ഉയരുന്ന ആക്ഷേപങ്ങളിലൊന്ന്. സിറ്റി വിഷൻ, അടിമാലി.